എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം കിളിതന്നീണം നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ പോവുകയായി, പോരേണം നീ കൂടെ ഇനിയൊഴുകാൻ ഇതുവഴിയേ. എടാ മക്കളെ, നമ്മളിപ്പോൾ ഈ പാടിയ പാട്ടില്ലേ, അത് ഏതിനെ കുറിച്ചാണ്? പൂക്കളെ കുറിച്ചല്ലേ. ഇപ്പൊ പൂക്കളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു പാഠഭാഗം നിനക്കില്ലേ? പൂക്കളുടെ പ്രവർത്തനങ്ങൾ, പൂക്കളുടെ സുഗന്ധം, പൂക്കളുടെ ആനന്ദം, പൂക്കൾ നമുക്ക് തരുന്ന സന്തോഷം, ഇവയെല്ലാം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതി നിങ്ങളുടെ കൈക്കുമ്പിളിൽ വെച്ചു തന്ന ഒരു സുന്ദരമായ കവിതയിലെ മക്കളെ. ഏതാണടാ ആ കവിത? പനിനീർ പൂവ്. 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ, നിങ്ങളുടെ മലയാളം ഫസ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് പനിനീർ പൂവ് അല്ലേ? ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രം ഞാൻ സൂക്ഷിച്ചു വെക്കാം നിനക്കായി. ഏത് പുഷ്പാണത്? പനിനീർ പൂവ്. ഉള്ളൊന്നോ നമ്മുടെ പനിനീർ പൂവ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക്. നമുക്കറിയാം, ഓണപരീക്ഷയ്ക്ക് പോകുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ചിരിച്ചു നിൽക്കും. ഇപ്പം നമ്മൾ അതിനെ നോക്കിയിട്ട് കരഞ്ഞു നിൽക്കും. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചോദ്യം വന്നാലും അടിച്ചെഴുതിക്കോണം. അത്തരത്തിൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് സാറ് വന്നത്. നമുക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. പൂക്കളെ ദേവതമാരായി കവി സങ്കല്പിച്ചത് എന്തുകൊണ്ടാവാം അല്ലേ? പൂക്കളെ സற்று പോയി വിടുങ്ങൾ, അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൽ. ആ പാട്ട് പോലെ തന്നെയാണ് കവി പറയുകയാണ്. പൂക്കളെ പൂക്കളെ നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ, പാർക്കുകിൽ നിങ്ങളെൻ്റെ ദേവതമാർ. എന്തുകൊണ്ടാണ് കവി പൂക്കളെ ദേവതമാരായി കണ്ടത് എന്നാണ് ചോദ്യം. നോക്കാം. പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നതിലാണ് പൂക്കളെ ദേവതമാരായി സങ്കല്പിച്ചിരിക്കുന്നത്. എന്താണ് മക്കളെ? പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നു. പൂക്കൾ അത്രമാത്രം ബ്യൂട്ടിഫുള്ളായ ഒന്നാണല്ലേ. ഒരു പൂന്ന് രാവിലെ നമ്മളെ നോക്കി എണീച്ചിട്ട് വിടർന്ന് നിൽക്കുന്ന കാണാൻ എന്തു ഭംഗിയാ. നിങ്ങളൊരു റോസാപ്പൂ നട്ടു അല്ലേ? ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു കമ്മലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊര കൗതുകം കൊണ്ടാ മുല്ലയിലൊന്നു തൊട്ടു. ആ പാട്ട് കേട്ടില്ലേ? അതേപോലെ ഒരു പൂവിൻ്റെ മൃദുലമാർന്ന ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പം എന്തൊക്കെ ഗുണങ്ങൾ പൂവിനുണ്ട് എന്നാണ് കവി പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കവി പൂക്കളെ ദേവതരമായി കണ്ടത്? പൂക്കൾ ഭൂമിയിൽ സൗന്ദര്യവും സന്തോഷവും പവിത്രതയും പ്രദാനം ചെയ്യുന്നു. കൂടാതെയോ ഉപയോഗശൂന്യമായ മണൽക്കാടുകൾ പോലും പൂക്കളാൽ പവിത്രമായ ഉദ്യാനങ്ങളായി മാറുന്നു. ഉപയോഗശൂന്യമായ മണൽക്കാട് പോലും എന്താണ് മക്കളെ? പൂക്കളാൽ സുന്ദരമായി തീരും, പൂക്കളാൽ മനോഹരമായി തീരുമെന്ന് പറയുന്നു. അന്നപൂർണേശ്വരിമാരെ പോലെ പൂക്കൾ തങ്ങളുടെ തേൻ വണ്ടുകൾക്കും ശലഭങ്ങൾക്കും നിസ്വാർത്ഥമായി നൽകുന്നു അല്ലേ? പൂക്കളെ തൻ്റെ തേൻ ആർക്ക് കൊടുക്കും? വണ്ടുകൾക്ക് കൊടുക്കും, ഷഡ്പദങ്ങൾക്ക് കൊടുക്കും, തേനീച്ചകൾക്ക് കൊടുക്കും, പൂമ്പാറ്റകൾക്ക് കൊടുക്കും അല്ലേ? അതുകൊണ്ടാണ് പൂക്കളെ അന്നപൂർണേശ്വരിമാരെ പോലെ എന്ന് പറയുന്നത്. എന്താണ് മക്കളെ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞാൽ? നമുക്കാരാണ് അന്നം തരുന്നത്? ഭക്ഷണം തരുന്ന ആ ദേവതയാണ് അന്നപൂർണേശ്വരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂക്കൾ തേനീച്ചകൾക്കും വണ്ടുകൾക്കും ഷഡ്പദങ്ങൾക്കും പൂമ്പാറ്റകൾക്കൊക്കെ എന്താണ്? അന്നപൂർണേശ്വരിമാരാണെന്ന് പറയാം. ദൈവിക സാന്നിധ്യത്തിന്
ശുഭസൂചകം എന്നോണം പൂക്കൾ മംഗളകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നു. പൂക്കൾ എങ്ങനെ ഉപയോഗിക്കുന്നു? പൂക്കളെ മംഗളകർമ്മങ്ങൾക്കായി ഇവിടെ ഉപയോഗിക്കുകയാണ്. കൂടാതെ നിസ്വാർത്ഥ സേവനം, സൗന്ദര്യം, പവിത്രത, ആനന്ദം നൽകുവാനുള്ള കഴിവ്, ഭൂമിയെ മനോഹരമാക്കാനുള്ള ശക്തിവിശേഷം എന്നിവയാൽ ദേവതകൾക്ക് തുല്യമായ സ്ഥാനം പൂക്കൾ അലങ്കരിക്കുന്നു എന്ന് കവി കണ്ടെത്തുന്നു. അതുകൊണ്ട് തന്നെ ദേവതകൾക്ക് സുന്ദരമാണ്, അല്ലെങ്കിൽ ദേവതകളെ പോലെയുള്ളതാണ് പൂക്കൾ എന്ന് പറയുന്നു. ഭൂമിയിൽ അത്രമാത്രം സന്തോഷവും സൗന്ദര്യവും പവിത്രതയും തരാൻ പൂക്കൾക്ക് സാധിക്കുന്നു എന്നതിനാൽ കവി പൂക്കളെ ദേവതമാരായി കാണുന്നു എന്ന് പറയാം. സെറ്റലടാ, സെറ്റ്. അടുത്ത ചോദ്യം എന്താണ്? ഏതൊരു മാലിൽ താൻ മർത്യർക്ക് നിങ്ങളാൽ സ്വീതമാം ആനന്ദം വയ്ക്കുന്നില്ല. എന്താണ് വരികളുടെ ആശയം? കണ്ടെത്താം, എഴുതാം. ഇപ്പോൾ വരികളുടെ ആശയം, ഓക്കെ, വരികളുടെ ആശയം ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കുറച്ച് വരികൾ തരും, എന്നിട്ട് അതിൻ്റെ ആശയം ഒന്ന് എഴുതാൻ പറയും. ഇപ്പം എന്താണ് പറയുന്നത്? ഏതൊരു മാലിൽ താൻ മർത്യർക്ക് നിങ്ങളാൽ സ്വീതമാം ആനന്ദം വയ്ക്കുന്നില്ല. മാലെന്ന് പറഞ്ഞാൽ ദുഃഖം. എന്താണ്? ഏതൊരു ദുഃഖത്തിലും മനുഷ്യന് ആനന്ദം തരുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പൂക്കൾ. നോക്കാം. ഏത് ദുരിതത്തിലും കഷ്ടപ്പാടിലും പൂക്കളാൽ മനുഷ്യർക്ക് അളവറ്റ ആനന്ദം ലഭിക്കുമെന്നാണ് വരികളിൽ പറയുന്നത്. എന്താണ് മക്കളെ? ഏതൊരു ദുഃഖത്തിലും കഷ്ടപ്പാടിലും പൂക്കളാൽ മനുഷ്യർക്ക് അളവറ്റ ആനന്ദം ലഭിക്കുന്നു. പൂക്കളാൽ മനുഷ്യർക്ക് ആനന്ദം ലഭിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാനും സന്തോഷം നൽകാനും പൂക്കൾക്ക് കഴിവുണ്ട്. ദുഃഖിതരായ മനുഷ്യർക്ക് പോലും പൂക്കളാൽ ആശ്വാസവും സന്തോഷവും നൽകുന്നു. അല്ലേ? ഒരാൾ ദുഃഖിച്ചിരുന്നാൽ പോലും ആ പൂക്കൾ കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ലഭിക്കും മക്കളെ? ആനന്ദം. അല്ലേ? നിങ്ങളൊരു കുട്ടി കരഞ്ഞു നിൽക്കുന്നത് കാണുക. ഒരു കുട്ടീനെ കരഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളൊരു പൂ കൊടുത്തു നോക്കിയേ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന് പറയുന്നത് പോലെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കരഞ്ഞാൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊരു പൂ കൊടുത്താൽ അയാളുടെ മുഖത്ത് എന്തു വരും? സന്തോഷം വരും. അപ്പോൾ ആരുടെ സങ്കടത്തിലും ഏതൊരു ഏതൊരു ദുഃഖത്തിലും നാം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി പോയാലും ഒരു പൂവിനെ കണ്ടാൽ നമുക്ക് ആ ദുഃഖം മറക്കാൻ, കുറച്ചു നേരത്തെങ്കിലും മറക്കാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ പൂക്കളെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നോക്കാം അടുത്ത ചോദ്യം. പുഞ്ചിരി കൊള്ളുന്നതെന്തിന് പൂവേ നിൻ ചെറുജീവിതം എത്ര മോശം. കവി പനിനീർ പൂവിനോട് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താവാം? കവി പനിനീർ പൂവിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് പൂവേ നീ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലേ? ഇളിമ്പ്യനായി വിഷണ്ണനായി വിഷാദനായി ഞാൻ നിന്നു, പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് എന്ന് പറയുന്ന പോലെ ഇരിച്ചുകൊണ്ട്. അല്ലേ? കവി ചോദിക്കുക പൂവിനാ, നീ എന്തിനാടാ പൂവേ ഇങ്ങനെ എപ്പോഴും നോക്കി ഇളിച്ചു നിൽക്കുന്നേ, എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നേ, നിന്റെ ജീവിതം എത്ര മോശമാണ് എന്ന് കവി ചോദിക്കുകയാണ്. കവി പനിനീർ പൂവിനോട് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? കവി പൂവിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? നിന്റെ ജീവിതം ചെറുതല്ലേ? നീ എപ്പോൾ വേണമെങ്കിൽ ഈ ഭൂമിയിൽ കൊഴിഞ്ഞു വീഴില്ലേ എന്ന്. ഇവിടെ കവി പൂവിൻ്റെ ഹ്രസ്വമായ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ അന്തിമമായ നാശത്തെക്കുറിച്ചുമുള്ള മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. അല്ലേ? മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക ഒരുപാട് ദൂരത്തിലേക്കായിരിക്കും. ഒരുപാട് കാലം ജീവിക്കുന്ന ഒന്നാണ് പൂവ് എന്നാണ് മനുഷ്യൻ്റെ വിചാരം. അങ്ങനെയാണോ? അല്ല. ആഴ്ചകൾ മാത്രമേ പൂക്കൾ ജീവിക്കുകയുള്ളൂ. കുറച്ചു കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, കുറച്ച് വണ്ടുകൾക്ക് തേൻ കൊടുക്കുന്നു, കുറച്ച് ജീവജാലങ്ങൾക്ക് സുഗന്ധവും കുറച്ച് നല്ല സൗന്ദര്യ ആസ്വാദകവും കൊടുക്കുന്നു, പിന്നെ ഭൂമിയിലേക്ക് പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. അത്രമേ ഉള്ളൂ പൂക്കളുടെ ജീവിതം. പക്ഷേ ആ കൊഴിഞ്ഞു വീഴുന്നതിനിടയിൽ പൂക്കൾ ഒരുപാട് ആനന്ദം, തേൻ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും നൽകുന്നുണ്ട്. പക്ഷെ കവി ഇതൊന്നും ചിന്തിക്കാതെ പൂക്കളെ കളിയാക്കുകയാണ്. എടാ, നീ കുറച്ച് കാലം ഈ ഭൂമിയിൽ ജീവിക്കൂ, പിന്നെ എന്തിനാ നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? നിനക്ക് വല്ല നാണും ഉൾപ്പുണ്ടാകുന്ന കവി ചോദിക്കുക. പക്ഷേ എന്താണ്? മനുഷ്യൻ സാധാരണയായി ജീവിതത്തെ അതിൻ്റെ ദൈർഘ്യം കൊണ്ടാണ് അളക്കുന്നത്. അല്ലേ? മനുഷ്യൻ ജീവിതത്തെ ആയുസ് കൊണ്ടാണ് അളക്കുന്നത്. പക്ഷേ പൂക്കളുടെ ആയുസ് കുറഞ്ഞാലും പൂക്കൾ എന്ത് ചെയ്യും മക്കളെ? എന്ത് ചെയ്യും? ഒരുപാട് കാലം ജീവിക്കില്ല പൂക്കൾ. എങ്ങനെ ജീവിക്കുക? ഏത് ഓർമ്മകളിലല്ലേ? ഓർമ്മകൾ ഒരുപാട് പൂക്കൾ ഒരുപാട് കാലം ജീവിക്കും. എങ്ങനെയായിരിക്കും? നമ്മുടെ അച്ഛനമ്മൻ്റെ ഒക്കെ കല്യാണ ഫോട്ടോ കണ്ടിരുന്നു നിങ്ങളുടെ അച്ഛനമ്മേൻ്റെ കല്യാണ ഫോട്ടോ? അതിലവർ മാലകൾ ചാർത്തുന്നില്ലേ? അപ്പോൾ ആ മാലയിട്ട പൂക്കളൊക്കെ അന്ന് തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷേ ഇത്ര വർഷമായാലും ആ പൂക്കൾ കാണുമ്പം അച്ഛനമ്മക്ക് ഓർമ്മ വരില്ല. ആ പൂക്കളുടെ സുഗന്ധവും ആ സൗന്ദര്യവും ഒക്കെ. അതാണ് പൂക്കളുടെ ഒരു മഹാത്മ്യം. അത് കുറച്ച് കാലം മാത്രം ജീവിക്കുകയാണെങ്കിലും ഒരുപാട് കാലത്തേക്ക് ഓർമ്മ നൽകുന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ കവി പൂക്കളുടെ കുറച്ചു കാലം മാത്രം ജീവിക്കുകയും വാടി വീഴുകയും ചെയ്യുന്ന ആ പ്രവർത്തനത്തെ കളിയാക്കുകയാണ്. എങ്ങനെ? പരിഹസിക്കുകയാണ്. ഒരു പൂവിൻ്റെ ജീവിതം വളരെ ചെറുതും
നശ്വരവുമാണെന്ന് വേഗം അവസാനിക്കുന്നതാണെന്ന് കവിക്ക് തോന്നുന്നു. എന്നിട്ടും അത് പുഞ്ചിരിക്കുന്നത് കവിക്ക് മനസ്സിലാകുന്നില്ല. ചെറിയ നമുക്ക് പറയാം എന്താ പറയുക, ബോഡിയിലല്ല വർക്കിലാണ് കാര്യം അല്ലേ, ലുക്കിലല്ല വർക്കിലാണ് കാര്യം. അതേപോലെ തന്നെ പൂക്കൾ ഒരുപാട് കാലം ജീവിക്കുന്ന കാലം അത്രയും അത് മറ്റുള്ളവർക്ക് സൗന്ദര്യവും ഓർമ്മയും കൊടുക്കുന്നു എന്ന് കവി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കവി പൂക്കളെ പരിഹസിക്കുന്നത് ഇപ്രകാരം. അടുത്ത ചോദ്യം, പൂക്കളുടെ സാർവത്രികമായ പ്രാധാന്യം കവി വ്യക്തമാക്കുന്നത് എങ്ങനെ? അതായത് പൂക്കളുടെ പ്രാധാന്യത്തെ എങ്ങനെയാണ് കവി കാവ്യത്തിൽ വ്യക്തമാക്കുന്നത്? പൂക്കളെ ആദ്യം കവി പരിഹസിക്കുന്നുണ്ട്. എടാ പൂക്കളെ, നിനക്ക് എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്ര അഹങ്കാരം? നീ എന്തിനാണ് ചിരിക്കുന്നത്? നിൻ്റെ കാലം, നിൻ്റെ ജീവിതം കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് കവി തിരിച്ചറിയുന്നുണ്ട് പൂക്കളുടെ പ്രാധാന്യത്തെ. അതുകൊണ്ടാണ് പിന്നീട് പൂക്കളോട് കവി മാപ്പ് പറയുന്നത്. ഇപ്പം ചോദ്യം ഇതാണ്, പൂക്കളുടെ സാർവത്രികമായ പ്രാധാന്യം കവി വ്യക്തമാക്കുന്നത് എങ്ങനെയാണ്? പൂക്കളുടെ പ്രാധാന്യത്തെ എങ്ങനെയാണ് കവി വ്യക്തമാക്കുന്നത്? നോക്കാം. പൂക്കൾക്ക് വിവിധങ്ങളായ ഉപയോഗങ്ങളുണ്ടെന്ന് കവി എടുത്തു പറയുന്നു അല്ലേ. പൂക്കൾക്ക് വിവിധങ്ങളായ ഉപയോഗങ്ങളുണ്ട്. പൂക്കൾ കൊണ്ട് ദേവനെ പൂജിക്കാം, വീരനായ ഒരു വ്യക്തിയെ അലങ്കരിക്കാം, പാവപ്പെട്ടവൻ്റെ തലയിൽ പോലും അതൊരു അലങ്കാരമായി തീരാം അല്ലേ. എന്തൊക്കെയാ പറയുന്നത്? ദേവനെ പൂജിക്കാം. അമ്പലങ്ങളിൽ പോയാൽ, പള്ളിയിൽ പോയാലൊക്കെ വിവിധങ്ങളായ ദൈവങ്ങളെ ആരാധിക്കുവാൻ, പൂജിക്കുവാൻ പൂക്കൾ ഉപയോഗിക്കാറില്ലേ? പുഷ്പാർച്ചന എന്ന് വരെ പേര് കേട്ടിട്ടേ, പൂക്കളെ കൊണ്ട് ദൈവങ്ങളെ പൂജിക്കുന്ന പേര് പുഷ്പാർച്ചന. അപ്പോൾ ദൈവങ്ങളെ പൂജിക്കാൻ പറ്റുമല്ലേ പൂക്കളെ കൊണ്ട്. പിന്നെയോ വീരനായ ഒരു വ്യക്തിയെ അലങ്കരിക്കാം. ബാഹുബലി സിനിമ കണ്ടിട്ടേ, ബാഹുബലി എന്ന ഞാൻ മഹിഴ്മതി സാമ്രാജ്യത്തിൻ്റെ രാജാവായി അധികാരം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ പൂക്കളെ കൊണ്ട് ഇങ്ങനെ ആരാധിക്കുന്നില്ലേ? അതെങ്ങനെയാണ്? വീരനെ ചാർത്തിക്കുന്നു അല്ലേ. ഒരു യുദ്ധത്തിൽ ഒരു പോരാളി വിജയിച്ചു വന്നാൽ അയാളെ ചാർത്തിക്കുവാൻ എന്ത് ചെയ്യാം? അലങ്കരിക്കുവാൻ എന്ത് ചെയ്യാം? പൂക്കളെ ഉപയോഗിക്കാം. പിന്നെയോ പാവപ്പെട്ടവൻ്റെ തലയിൽ പോലും ഒരു അലങ്കാരമായി വെക്കാം. പൂക്കൾക്ക് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വേർതിരിവുണ്ടാടാ? ഇല്ലല്ലോ, ഇല്ല. പൂക്കൾ ആരുടെ തലയിൽ വെച്ചാലും മനോഹരമാണ്. അത് മുകേഷ് അംബാനിയുടെ തലയിൽ വെച്ചാലും എൻ്റെ തലയിൽ വെച്ചാലും അത് മനോഹരമാണ് അല്ലടാ. അത്രയേ ഉള്ളൂ. പൂക്കൾക്ക് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ നീളം കൂടിയവനെന്നോ നീളം കുറഞ്ഞവനെന്നോ തടിയനെന്നോ മെലിയനെന്നോ ഒരു വ്യത്യാസവുമില്ല. പൂക്കൾ ആരുടെ തലയിൽ വെച്ചാലും സുന്ദരമാണ്. പൂക്കൾ അങ്ങനെയാണല്ലേ. ഇപ്പോൾ ഏത് പാഴ്മണൽ കാടിൽ വെച്ചാൽ പോലും അത് സുന്ദരമായ ഉദ്യാനങ്ങളായി മാറും. പൂക്കൾക്ക് സമൂഹത്തിൽ ഉന്നതനും സാധാരണക്കാരനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നായി നിലകൊള്ളാൻ കഴിയും. പൂക്കൾക്ക് ആരുപയോഗിച്ചാലും പൂക്കൾക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പൂക്കളുടെ സാർവത്രികമായ പ്രാധാന്യം കവി ഇവിടെ വ്യക്തമാക്കുന്നു. പൂക്കളുടെ പ്രാധാന്യമല്ലേ, പൂക്കളെ സற்று പോയി വിടുങ്ങൾ അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. പൂക്കൾ അങ്ങനെയാടാ, സുന്ദരമാണ്, പവിത്രമാണ്, വിശുദ്ധമാണ്. പൂക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമാണോ നമ്മുടെ കവിതയിൽ പറയുന്നത്? അല്ല. അന്നാരക്കണ്ണനും തന്നാലായതെന്ന പാട്ട് കേട്ടിട്ടുണ്ടോ? അല്ല, പാട്ടൊന്നുമല്ല, എന്ന് ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? പൂക്കൾ ചെറുതായിരിക്കാം, പക്ഷെ എന്താണ് അത് നമുക്ക് തരുന്ന അനുഭവം വലുതല്ലേ. നല്ല സുഗന്ധം തരുന്നില്ലേ, ഓർമ്മ തരുന്നില്ലേ. ജനനത്തിലും മരണത്തിലും പ്രണയത്തിലും കല്യാണത്തിലും അല്ലെങ്കിൽ പേരിടൽ ചടങ്ങിൽ പോലും എന്തുണ്ട്? പൂക്കൾക്ക് പ്രാധാന്യമില്ലേ. ഇപ്പം ഒരു ജീവിയെയും ഒന്നിനെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല എന്ന ആശയമാണ് കവി നമുക്ക് പകർന്നു തരുന്നത് അല്ലേ. ഒന്നിനെയും ചെറുതായി കാണാൻ പാടില്ല. എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യവും പ്രാധാന്യവും ഭൂമിയിലുണ്ട് അല്ലടാ. 3-4 ദിവസം മാത്രം ജീവിക്കുന്ന ഷഡ്പദങ്ങൾ പൂമ്പാറ്റകൾക്ക് പോലും ഭൂമിയിൽ സൗന്ദര്യമുള്ള വസ്തുവായി മാറാൻ കഴിയുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ചെറിയ ദുഃഖത്തിൽ പോലും ഇങ്ങനെ തളർന്നു വീഴുന്നത്? എടാ, നീ നിന്റെ ജീവിതം ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ 8ാം ക്ലാസ്സിലാണ്. ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ അല്ലേ കയറെടുത്ത് ആത്മഹത്യ ചെയ്യാൻ പോകാൻ പാടില്ല. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ കയറെടുത്ത് പോയി ആത്മഹത്യ ചെയ്യുക. പ്രണയം പൊട്ടിപ്പോയി ആത്മഹത്യ ചെയ്യുക. അച്ഛനമ്മ വഴക്ക് പറഞ്ഞാൽ ഗെയിം കളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഫോൺ വാങ്ങിത്തരാണ്ടെന്നാൽ സൈക്കിൾ വാങ്ങിത്തരാണ്ടെന്നാൽ ആത്മഹത്യ ചെയ്യുക, മിണ്ടാണ്ടിരിക്കുക. അതിനൊന്നും ആവശ്യമില്ല. കാണടാ, കുറച്ച് കാലം മാത്രം ഭൂമിയിൽ ജീവിക്കുന്ന പൂക്കൾക്ക് ഈ ഭൂമിയിൽ മനോഹരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം ജീവിക്കാൻ കഴിയുന്ന നിനക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കവി നമ്മെ ഓർമ്മിപ്പിക്കുന്ന, കുട്ടികളായ മുത്തുമണികളെ നിങ്ങളെ ബോധിപ്പിക്കുന്ന സുന്ദരമായ കവിതയാണ് ഉള്ളൂരിൻ്റെ പനിനീർപ്പൂവ് അല്ലേ. പോണ പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങളിൽ നിന്നും ഈ ചോദ്യങ്ങളിൽ നിന്നും ഒരുപാട് ആശയങ്ങൾ എൻ്റെ മക്കൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉഷാറായിട്ട് എക്സാമിന് സ്കോർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം ഈ എക്സാമിനർ. ബൈ.